വൈദ്യുതി ബോർഡുകളെ സ്വകാര്യവൽക്കരിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. പൊതുമേഖലയിലെ ശക്തിപ്പെടുത്തുക എന്നതാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വൈദ്യുതി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബദൽ ഊർജ മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുന്നു. 2016 സൗരോർജ്ജ പദ്ധതികളുടെ സ്ഥാപിത ശേഷി 16.499 ആയിരുന്നുവെങ്കിൽ നിലവിലത് 1576.5 മെഗാവാട്ടായി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. പുരപ്പുറ സൗരോർജ്ജ പദ്ധതി, സ്വകാര്യ നിലയങ്ങൾ, ഭൗമോപരിതല നിലയങ്ങൾ, ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികൾ എന്നിവയടക്കം ഇതിൽപ്പെടുന്നു. വൈദ്യുതി നിരക്കുകൾ താരതമ്യേന കുറഞ്ഞ സംസ്ഥാനമായി നമ്മുടെ കേരളം നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിലെല്ലാം ഉപരി പവർ കട്ടിനെ കുറിച്ചും ലോഡ് ഷെഡിങ്ങിനെ കുറിച്ചും അറിയാത്ത ഒരു പുതിയ തലമുറ ഇന്ന് കേരളത്തിലുണ്ട്. വൈദ്യുതി മേഖലയിൽ ബദൽ സാധ്യമാണെന്ന് തെളിയിച്ച സർക്കാരാണ് കേരളത്തിലേത്. KSEB ഉദ്യോഗസ്ഥരുടെ നല്ല ഇടപെടലുകൾ ചർച്ചയാകുന്നില്ല. ചെറിയ വീഴ്ചയും ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ടായാൽ അതിനെ പർവ്വതീകരിക്കുകയാണ്. ഒട്ടേറെ നേട്ടങ്ങൾ LDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ജനോപകാരം ലക്ഷ്യമിട്ട് കാര്യക്ഷമമായ ഊർജ്ജ ഉൽപ്പാദന വിതരണം എന്നിവ സാധ്യമാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് കേരളത്തിനുള്ളത്. വൈദ്യുതി മേഖലയിൽ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, ആൾട്ടർനേറ്റീവിനോടൊപ്പം ബദൽ സാധ്യമാണെന്ന് കൂടി കേരളം തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. രാജ്യത്താദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായി വൈദ്യുതി വിതരണ ശൃംഖല നീട്ടാൻ കഴിയാത്ത വിദൂര ആദിവാസി ഗ്രാമങ്ങളിലടക്കം വൈദ്യുതി ഇതിൻ്റെ ഭാഗമായിട്ടെത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MG സുരേഷ് കുമാർ, A വിജയകുമാർ വിഷയാവതരണം നടത്തി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.